നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി ദുബായിൽ പെൺവാണിഭത്തിലും ഉൾപ്പെട്ടതായി സൂചന. പെൺവാണിഭ കേസിൽ പോലീസ് അന്വേഷിച്ചിരുന്ന സുനിൽ സുരേന്ദ്രൻ പൾസർ സുനിയാണെന്ന സംശയം. 2013-14 വർഷത്തിൽ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് ഇയാൾ നിരവധി തവണ ദുബായിൽ പോയതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി. സാലി, എന്തൊക്കെയാണ് പൾസർ സുനിയെ സംബന്ധിച്ച മറ്റ് ഇടപാടുകൾ? അജിംഷാദ് 2013-2014 വർഷങ്ങളിൽ നടന്ന ദുബായ് പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ട് സുനിൽ സുരേന്ദ്രൻ എന്നൊരാൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അന്ന് പോലീസ് കേസെടുത്തതിനെ തുടർന്ന് അയാൾ ഈ പറഞ്ഞ സുനിൽ സുരേന്ദ്രൻ അന്ന് മുങ്ങുകയായിരുന്നു. വ്യാജ പാസ്പോർട്ടായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് കണ്ടെത്താനും കഴിഞ്ഞില്ല. ആ കേസിൽ പോലീസ് അന്വേഷിക്കുന്ന സുനിൽ സുരേന്ദ്രൻ തന്നെയാണ് പൾസർ സുനി എന്ന് പോലീസ് സംശയിക്കുന്നു. അതിൽ ചില കാരണങ്ങളുണ്ട്. നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ ഇയാളിനെ കുറിച്ച് വിമാനത്താവളങ്ങളിൽ ചില നോട്ടീസ് നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി ചില പരിശോധനകൾ നടത്തി. ആ പരിശോധനകളിലാണ് ഇതേ ആൾ മുൻപ് ഈ 2013-2014 വർഷങ്ങളിലൊക്കെ നിരവധി തവണ ദുബായ് യാത്ര നടത്തി എന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ദിശയിലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സിനിമയിൽ അവസരം ഒരുക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് തങ്ങളെ പെൺവാണിഭത്തിന് ഉപയോഗിച്ചതെന്ന് അന്ന് ഇരയായവർ നൽകിയ മൊഴിയിലുണ്ട്. മാത്രമല്ല, ഡ്രൈവർ സുനിൽ എന്ന പേരിലായിരുന്നു ഈ പെൺവാണിഭ സംഘത്തിനിടയിൽ ഇയാൾ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഇപ്പോൾ ഇയാൾ മലയാള സിനിമയുമായി കൂടുതൽ ബന്ധപ്പെടുകയും സജീവമാവുകയും ഒക്കെ ചെയ്തതിന് പിന്നിൽ ഇത്തരം ഒരു പെൺവാണിഭ ലക്ഷ്യമുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ സാഹചര്യങ്ങളെല്ലാം ഈ പറയുന്ന പൾസർ സുനി തന്നെയാണ് ദുബായ് പെൺവാണിഭ കേസിൽ പോലീസ് അന്വേഷിക്കുന്ന സുനിൽ സുരേന്ദ്രൻ എന്ന് സംശയിക്കാൻ ഇടയാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ CBI ആണ് ഈ പെൺവാണിഭ കേസ് അന്വേഷിച്ചു വരുന്നത്. ഇവർ ഈ CBIയുടെ ചില ആളുകൾ CBIയുടെ കസ്റ്റഡിയിലാവുകയും ചെയ്തിരുന്നു. ഇവരെ നിന്ന് വിശദമായി മൊഴി അന്ന് പോലീസും CBIയും രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴികളിലൊക്കെ ഈ പറയുന്ന ഡ്രൈവറായിരുന്ന സുനിൽ കുമാർ എന്ന ഒരു മലയാളിയെ കുറിച്ച് പരാമർശങ്ങളുണ്ട്. ഈ കേസിൽ അന്നത്തെ ദുബായ് പെൺവാണിഭ കേസിൽ മുഖ്യപ്രതി ലിസി സോജൻ എന്ന ഒരാളായിരുന്നു. അയാളുടെ കേരളത്തിലെ ഏജന്റ് ആയിരുന്നു ഈ പറഞ്ഞ സുനിൽ സുരേന്ദ്രൻ എന്നാണ് അന്ന് മൊഴികളുള്ളത്. ചുരുക്കത്തിൽ ഈ സുനിൽ സുരേന്ദ്രൻ ആരാണ്, ഇപ്പോൾ എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലീസിനോ CBIക്കോ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. കാരണം അയാൾ വ്യാജ പാസ്പോർട്ടാണ് വിദേശ യാത്രകൾക്ക് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഇയാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് രണ്ടും ഒരാളാണ് എന്ന് തെളിയിക്കാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് സാലി. അതായത് സാലി, മുൻ MP-യും ഇപ്പോഴത്തെ MLA-യുമായ വ്യക്തി, അതായത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ പാർട്ടിയിൽ തന്നെ പെട്ട മുൻ MP-യും ഇപ്പോഴത്തെ MLA-യുമായ ആൾ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അതൊക്കെയായി ഇതിന് ബന്ധപ്പെടുത്താനാകുമോ ഇപ്പോൾ പുറത്തെത്തിയ സംഭവങ്ങളെ? അജിംഷാദ്, അത്തരമൊരു സൂചന കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ MLA നൽകിയിരുന്നു. പക്ഷേ അത് പോലീസ് ഇതിനകം തന്നെ അന്വേഷണം ആരംഭിച്ച ഒരു ഘട്ടമായിരുന്നു. അതിനുശേഷമാണ് ഈ നേതാവ് വാർത്താ സമ്മേളനം നടത്തുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഏതായാലും പോലീസിന് മുമ്പിലുള്ള ഒരു തടസ്സം ഈ പ്രതികളെ ഈ ദുബായ് പെൺവാണിഭ കേസിലെ പ്രതികളെ ഇനി കൈവശം ലഭിച്ചിട്ട് ഈ സുനിലിനെ കൊണ്ടുവന്ന് കാണിച്ച് തിരിച്ചറിയേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ആ കേസുമായി ബന്ധപ്പെട്ട് സുനിൽ സുരേന്ദ്രന്റെ ഒരു ഫോട്ടോയും പോലീസിന് കൈവശം ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതാരാണ് എന്നതിനെ സംബന്ധിച്ചൊരു അവ്യക്തത ഉണ്ടായിരുന്നു. ഈ അവ്യക്തത മാറാൻ ഈ പിടിയിലായിരിക്കുന്ന പ്രതികൾ സുനിൽ സുരേന്ദ്രനെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സുനിൽ കുമാറിനെ തിരിച്ചറിഞ്ഞാൽ മതിയാകും എന്ന നിഗമനത്തിലാണ് പോലീസ്. ആവശ്യമെങ്കിൽ അതുകൊണ്ട് തന്നെ CBIയുടെ സഹായം തേടി ഇവരെ തിരിച്ചറിയാനുള്ള ശ്രമം പോലീസ് ഉടനെ തന്നെ ആരംഭിക്കുകയും ചെയ്യും. അതായത് ഇപ്പോൾ ഈ രേഖകൾ പരിശോധിക്കുന്ന, ഈ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസുകളിലെ രേഖ പരിശോധിക്കുന്ന ഘട്ടത്തിലാണോ ഈ പൾസർ സുനിയും ഈ പഴയ പെൺവാണിഭ സംഘത്തിലെ അല്ലെങ്കിൽ ദുബായ് പെൺവാണിഭ സംഘത്തിലെ ഈ സുരേന്ദ്രനും ഒരാളാണെന്ന സംശയം രൂപപ്പെട്ടത്? അതെങ്ങനെയാണ്? തീർച്ചയായും. കാരണം ഈ വിമാനത്താവളം ഇയാൾ വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി ഈ കേസുമായി ബന്ധപ്പെട്ട് വിമാനത്താവളങ്ങളിൽ ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു, ചില പരിശോധനകൾ നടത്തിയിരുന്നു ഇയാളുടെ പാസ്പോർട്ട് ഒക്കെ ഉപയോഗിച്ച്. ആ ക്രോസ് ചെക്കിങ്ങിലാണ് ഇതേ ആൾ മറ്റൊരു പേരിൽ പാസ്പോർട്ട് ഉപയോഗിച്ച് നിരവധി തവണ വിദേശയാത്ര നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നത്. അത് ഇയാൾ തന്നെയാണ് എന്ന് ഏതാണ്ട് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. അതൊരു സാഹചര്യം. മറ്റൊന്ന്, ഈ ഇരകളുടെ ചില മൊഴികളുണ്ടെന്ന്. ഈ ദുബായിലേക്ക് കടത്തി അവിടെ പെൺവാണിഭത്തിന് ഉപയോഗിക്കപ്പെട്ട ഇരകളായവരുടെ മൊഴികളുണ്ട്. അതിൽ പറയുന്നത്
സിനിമയിൽ അവസരം ഒരുക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് തങ്ങളെ പെൺവാണിഭത്തിന് എത്തിച്ചതും ദുബായിൽ കൊണ്ടുവന്നതും എന്നുമാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഇയാൾക്ക് ഈ പുതിയ നടിമാരെ റിക്രൂട്ട് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള പ്രക്രിയയിൽ ഒക്കെ ഇയാൾ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പെൺവാണിഭത്തിന് കടത്തിയ ദുബായിൽ എത്തിയ പെൺകുട്ടികൾ നൽകിയ മൊഴി ഈ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാം. ഏതായാലും പോലീസ് ആ രീതിയിലും അന്വേഷിച്ചു വരുന്നുണ്ട്. തീർച്ചയായും അത് വ്യക്തമായി. ഒരു കാര്യം കൂടി സാലി, അതായത് പൾസർ സുനിയുമായി ബന്ധപ്പെട്ട് ഇനി ലഭിക്കാനുള്ള ഈ ക്രൈമിലെ പ്രധാന തെളിവ് അത് വീണ്ടെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? ഇത്രയേറെ സമഗ്രമായി അന്വേഷണം വികസിച്ച ഒരു ഘട്ടത്തിൽ ആ ദൃശ്യങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് അനുമാനിക്കാമോ ഈ ഘട്ടത്തിൽ? അജിംഷാദ്, ദൃശ്യങ്ങൾക്കായുള്ള അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ്. ആ മൊബൈലോ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിച്ച പെൻഡ്രൈവോ ഒന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ പോലീസ് മറ്റൊരു നീക്കം ആരംഭിച്ചിട്ടുണ്ട്. കാരണം സൂര്യയുടെ സുഹൃത്തുക്കളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്ന നീക്കത്തിലേക്ക് പോലീസ് കടക്കാൻ പോവുകയാണ്. കാരണം ഈ പ്രസ്തുത ദൃശ്യങ്ങൾ, നടിയുടെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ ആങ്ങി ഒളിവിൽ കഴിഞ്ഞ സമയത്ത് സുനിൽ ചില സുഹൃത്തുക്കളെ കാണിച്ചു എന്ന് പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈലോ ദൃശ്യങ്ങളോ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ കേസ് കോടതി എത്തുമ്പോൾ തിരിച്ചടിയാവും. അത് മറികടക്കാൻ വേണ്ടി ഈ ദൃശ്യങ്ങൾ കണ്ട സുഹൃത്തുക്കളുടെ മൊഴി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു നിയമോപദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ ഇല്ലെങ്കിലും ദൃശ്യങ്ങൾ കണ്ടു എന്ന് ഒരു മജിസ്ട്രേറ്റിന് മുമ്പാകെ മൊഴി നൽകുന്ന ഈ സുഹൃത്തുക്കൾ മൊഴി നൽകിയാൽ അത് സുനിൽകുമാറിനെതിരായുള്ള തെളിവായി ഉപയോഗിക്കാൻ കഴിയും എന്ന് പോലീസ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ടുകൂടി ഈ സുഹൃത്തുക്കളുടെ രഹസ്യമൊഴി കോടതിയിൽ ഹാജരാക്കി മജിസ്ട്രേറ്റിന് മുമ്പാകെ രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. അതായത് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ പോലും പൾസർ സുനിക്ക് നിയമപരമായി ആ വിധത്തിൽ ആനുകൂല്യം ലഭിക്കരുത് എന്ന പഴുതടക്കൽ കൃത്യമാക്കിയിരിക്കുന്നു പോലീസ് എന്ന് വേണം അല്ലേ? അജിംഷാ, തീർച്ചയായും. പക്ഷേ ഇക്കാര്യത്തിൽ നിയമവിദഗ്ധർക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട്. ഈ ദൃശ്യങ്ങൾ കോടതിയിൽ തെളിയിക്കാൻ, കേസ് കോടതിയിൽ തെളിയിക്കാൻ ദൃശ്യങ്ങൾ അനിവാര്യമാണ് എന്ന് വാദിക്കുന്ന ചില ക്രിമിനൽ അഭിഭാഷകരുമുണ്ട്. അവർ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ട്. എങ്കിലും പോലീസ് ദൃശ്യങ്ങൾ കിട്ടിയില്ലെങ്കിലും കോടതിയിൽ കേസ് എത്തിക്കുക, കേസ് പരമാവധി തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ ദൃശ്യങ്ങൾക്ക് പകരം ദൃശ്യങ്ങൾ കണ്ട സുഹൃത്തുക്കളുടെ മൊഴി ഉപയോഗിക്കാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നീക്കം. ശരി സാലിയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.